നമ്മളെ വീട്ടിലൊരു പശുണ്ട്. അവര് പാല് കമ്മിയാണ്. അപ്പൊ ഇനിയിപ്പോ ഇതിനെടുത്ത് കണ്ട് ഇതിന് പാല് കിട്ടു നോക്കാം. നമ്മള് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാളക്കുട്ടിയാണ്. കൊടുക്കാനുള്ളതാണ്. അത് കുട്ടി 27,000. പൈസ എന്റെ കയ്യിലുണ്ട്. എന്താ ആവശ്യം എന്താണ്? അതൊരു പോത്തുമുട്ടിനെ എടുക്കണം. പോത്തുമുട്ടിനെ എടുക്കണം, അതിനെ വളർത്തണം, വിൽക്കണം. എത്ര പഠിക്കണേ? കർണാടക ബോർഡറിൽ. അപ്പൊ എല്ലാവർക്കും ഇത് വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് ഈ ഒരു ആഴ്ച സത്യം പറഞ്ഞാല് വീഡിയോസിന്റെ അത്ര ആഴ്ചയാണ്. പൊതുവെ നമുക്ക് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ശനിയാഴ്ച നമ്മള് എടക്കര ചന്തയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നല്ല കാഴ്ചകൾ കിട്ടുമെന്ന് നോക്കട്ടോ. ഏതായാലും ഈ ആഴ്ച സത്യം പറഞ്ഞാൽ വീഡിയോ ഒന്നും ഇല്ല. അപ്പൊ ഏതായാലും നമുക്ക് എന്താ തണുപ്പാണ്. അപ്പൊ നേരെ പോയിട്ട് കാഴ്ചകൾ കാണാം. അപ്പൊ എന്നത്തെയും കാഴ്ച കേട്ടോ. ആടുകള് വണ്ടി നിറച്ച ആടുകൾ കേട്ടോ. ഇതൊക്കെ എവിടേക്കൊക്കെ കൊണ്ടുപോകണാവല്ലേ? ഈ ആടുകളൊക്കെ എത്ര ഫുള്ള് കൊണ്ടുപോകണം? ആരാണ് കൊണ്ടുപോകുന്നത്? അതെന്തിനാ? ഇറച്ചിക്കലുണ്ടോ? നേരെ കൊണ്ടുപോകും ഇറച്ചില്ലേ? എത്ര ദിവസം വെയിറ്റ് ചെയ്ത് കേട്ടുള്ളൊക്കെ? നാളത്തേക്കുള്ളേ. ഓക്കെ. കഴിഞ്ഞോ? കഴിഞ്ഞോ? ഒന്നുള്ളൂ. ചെറിയ നാടനത് നാടൻ കുട്ടി കേട്ടോ. ഇത്രയും കാണാൻ പറ്റില്ല കേട്ടോ. പത്ത് കൊണ്ടാല് ഇപ്പൊ ഫുൾ വെറൈറ്റി ബ്രീഡുകളെ വന്നപ്പോഴേ നാടനൊക്കെ കാണാൻ ഭയങ്കര റിസ്ക് ആണ്. ചേനാടാ? നല്ല അടിപൊളി പൈക്കുട്ടികളുണ്ട് കേട്ടോ. പൈക്കുട്ടികളുണ്ട് അല്ലേ? നല്ല പൈക്കുട്ടികളുണ്ട്. അല്ലെങ്കിൽ ഇന്ന് പയ്യും കാളൊക്കെയാണ്. ഇന്ന് കുട്ടിയെ പിടിച്ചിട്ടെന്താ? അല്ലെങ്കിൽ ഇന്ന് പയ്യും കാളൊക്കെ ഉണ്ടാവില്ലേ? കുട്ടികളെ നല്ല എച്ചപ്പ കുട്ടികളല്ലോ. ആണോ? എല്ലാരും ഉണ്ടല്ലോ. എല്ലാരും ഉണ്ട്. അടിപൊളി കുട്ടികളല്ലേ? ഒന്ന് കൊണ്ട് ഇവിടെ പൊട്ടി വേലാക്കാറുണ്ട്. പക്ഷെ എന്നാലും 4 കോഴിക്കുട്ടികളാ? 4 കോഴിക്കുട്ടികളാ? ഒരു കോഴിക്കുട്ടി അല്ലേ? എന്താ വേല ഏകദേശം പറഞ്ഞോളേ? 9 മേനല്ലേ? 9 മേനി കേട്ടോ. അതായത് ഒന്നിന് 4 എടുക്കുകയാണെങ്കിൽ ഒന്നിന് 9 എന്ന രീതിയിലാണ് വില. മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ. അടിപൊളി കുട്ടികൾ, നല്ല കാണാൻ കുട്ടികള്. ഇതിനുള്ളു വേറൊന്നുമില്ല? കൊടുത്തോ? പൂസ് വരുന്നുണ്ട്. നടന്ന അതേപോലെ തന്നെ ചെറിയ ആടുകുട്ടികളുണ്ട് കേട്ടോ. കുഞ്ഞ ആടുകുട്ടികൾ. അതൊക്കെ ഇത് രസമൊക്കെ സംഭവം. കുഞ്ഞിതാണ് കുഞ്ഞത്. അടിപൊളി കുട്ടികൾ. അതേപോലെ തന്നെ ഇത് യമണ്ട സാധനം കേട്ടോ. ഇവിടെ യമണ്ട എന്ന് പറഞ്ഞാൽ യമണ്ട ഫോണിൽ കൊള്ളണില്ല. അടിപൊളി കാള. ഇവിടെ മറ്റേ ടീമൊക്കെ ഏറ്റവും ഉള്ളൂ കേട്ടോ. ഞാൻ തന്നെ പൊതുവെ ഇന്ന് നേരം വൈകി. അതുകൊണ്ട് തന്നെ സാധനങ്ങളൊന്ന് വണ്ടി നിന്ന് ഇറങ്ങുകയാണോ കയറുകയാണെന്ന് അറിയില്ല. അവിടെ കയറ്റാട്ടതൊക്കെ. അതായത് നമുക്ക് പോയേക്കാം കേട്ടോ. പശുക്കുട്ടി നല്ല വൈക്കുട്ടിയാണ്. അടിപൊളി വൈക്കുട്ടികൾ. ഇഷ്ടപ്പെട്ടു. HFന്റെ കുട്ടികളാണ്. അപ്പൊ ഏതായാലും ചന്ത സജീവമാണ്. ആളുകള് ഉണ്ട്, കന്നുകള് ഉണ്ട്. കണ്ടില്ല. അപ്പൊ കാക്ക ഞാൻ എല്ലാ വീഡിയോയിലും കാണലുണ്ട്. നമ്മളെ വർത്തനം പറയില്ലെന്നുള്ളൂ. നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? കമ്പളക്ക വൈക്കടവ് മരുതക്കടവ് ഭാഗത്തല്ലേ? ഓക്കെ. അപ്പൊ എന്ന് വീട്ടിൽ വന്നിട്ടുണ്ടാവോ? ഒരു കൊത്താറുണ്ട്. കാക്ക നല്ല നാടൻ പോത്ത്. അടിപൊളി പോത്ത് കിട്ടാതല്ലേ? നല്ല ചെറിയ പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റൂല്ലേ? ഏകദേശം എത്ര വർഷത്തിന്റെ പറഞ്ഞ്? 2 ഒക്കെ കളഞ്ഞിട്ടുണ്ടാവും അല്ലേ? നല്ല അടിപൊളി. കളയാനൊന്നും ഇല്ലല്ലേ? ഇത് മറ്റാണല്ലോ, വെറൈറ്റി ബ്രീഡ് ആണല്ലോ. ജാഫർബാദിന്റെതാണ് അല്ലേ? ചെറുതേതാ? ഇതില്ലേ? ഓ, എത്ര വർഷം ഏകദേശം? 1.5 കിൻഡൽ ഉണ്ടാവും അല്ലേ? ഒരു മര്യാദ കുട്ടി അല്ലേ? നല്ല കുട്ടിയാ. ഓക്കെ. ചന്തന്ന് ഒന്നും ഉഷാറായില്ല. ഇപ്പൊ എന്തൊക്കെ വരുമ്പോഴാ പോകൂല്ലേ? ഇത് നാട്ടിൽ വളർന്നതാ? എവിടുന്നാണാവോ? ഓ, അടിപൊളി കുട്ടി കേട്ടോ. പൂക്കോട്ടും പാടത്തുനിന്ന് കൊണ്ടാട്ടോ. നമ്മൾ തൊട്ടപ്പുറത്തുള്ള നാടാണ് പൂക്കോട്ടും പാടാ. കൊണ്ടുവന്ന കുട്ടികളാട്ടോ. എന്താ ഭംഗിയൊക്കെ.
കണ്ടിട്ട് ഇതുമ്പോ ലുക്കൊക്കെ തോന്നുന്ന ഒരു അടിപൊളി പോത്ത് കേട്ടോ. അപ്പൊ ഇടക്കര ഭാഗത്തുള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ കാക്കനെ വിളിച്ചാൽ മതി അല്ലേ? എവിടേക്ക് വിളിച്ചാലും നല്ല അപ്പൊ നല്ല വിലപ്പാകത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അപ്പൊ ഒരു 2 വട്ടം കൊടുക്കുക അല്ലെ? ആ ഗ്യാരണ്ടി ആണ് അല്ലേ? അപ്പൊ ഒരു 2 വട്ടം ചെയ്യാ നിങ്ങളെ നമ്പർ ജസ്റ്റ് പറയാ. ഓക്കെ, ആൾക്കാർ ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോട്ടോ കേട്ടോ. പറഞ്ഞോളേ. 273 876 ഒന്നുകൂടെ പറഞ്ഞോളൂ. 273 876 വൈക്കട ഭാഗത്താണ് അല്ലേ? കമ്പളക്കല്ല് ചന്തയില് എല്ലാ പ്രാവശ്യം നല്ല കുട്ടികളെ കൊണ്ടുവരുന്ന 2 കാക്കമാരാട്ടത്. പുള്ളിക്കാരുണ്ട്. നിങ്ങൾ മറ്റു പറഞ്ഞതോടെ എന്നോട് 2 ആൾക്കാരുണ്ടാവും കേട്ടോ. മൂപ്പരുണ്ടാവും, വേറൊരു കാക്ക ഉണ്ടാവും. നമ്മള് ദീനിയാട്ടന്റെ പോത്തിനൊക്കെ വാങ്ങിയത് വിലയാണ്. ആ പോത്തും കുട്ടികളുണ്ട് കേട്ടോ, നല്ല പോത്തും കുട്ടികള്. അതായത് ഇടത്തരം കുട്ടികള്, വലിയ കുട്ടികളല്ല കേട്ടോ. നമ്മളെ ഒരു വിലപ്പാകത്തില് കിട്ടുന്ന ഒരു മീഡിയം കുട്ടികള് ഇഷ്ടം പോലെ ഉണ്ട്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇവിടെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഈ ആൾക്കാരെ കാണുക ചെറുക്കണ്ടായിരുന്നു. എന്ത് വർത്താനോ? നല്ല വർത്താനോ. സാടുത്തോ? എന്താ പയ്യോ ഇന്ന് നടക്ക് അപ്പൊ ഷാലൊന്ന് പൈനെടുത്തു കേട്ടോ. നമ്മളെ കാക്കമാരോടെ നിക്കുന്നുട്ടോ. പോരാ. അപ്പൊ ഷാലു എത്രടാ കറുള്ള? ചെറിയ എത്ര? 18. ഓക്കെ. അപ്പൊ നമ്മള് എന്താ വർത്താനൊക്കെ? ഷാലോ, ഇന്ന് സാധാരണ എല്ലാ പശുക്കും കാളെടുക്കല്. അന്നൊരു പശുക്കുട്ടി പശു എടുത്ത് പശുവിനെടുത്ത് നമ്മളെ വീട്ടില് പശു ഉണ്ട്. അവര് പാല് കമ്മിയാണ്. അവൻ ഇപ്പൊ ഇതിനെടുത്ത് കണ്ടതിന് പാല് ഇട്ട് നോക്കാം. അത് കറവുള്ളതാ? അത് കറവുണ്ട്. കറവുണ്ട് അല്ലേ? പക്ഷെ നീക്കുന്നില്ലല്ലേ? ഇപ്പൊ മേലെന്ന് വന്ന പശുവാണ്. അവളെ പാലെല്ലാം കിട്ടിയ പശുവാണ് ആണല്ലേ? നമ്മൾ എടുത്തിക്കണ്. അപ്പൊ ക്ഷീണം ഉണ്ടായിട്ടാണ് ചോദിച്ചത്. കഴിഞ്ഞോട്ടെ. എത്ര പേരണത്? 18. 18 റുപ്യ. 18 റുപ്യന്റെ പശുവിന് എത്ര പാല് വരുന്നത് പറഞ്ഞോല്? ഇത് നമുക്ക് 1.5-2 ലിറ്റർ പാല് കൂടും. ഇതിപ്പോ മേലിന് വന്ന പശുവിനോട് ഫസ്റ്റ് കുറച്ചേ കിട്ടുള്ളൂ, പിന്നെ കൂടുള്ളൂ. നമ്മള് പുണ്ണാക്കും കാടും വെള്ളമൊക്കെ കൊടുത്തുകൊണ്ട് പശുവിന്റെ പാല് എനിക്ക് തോനെ കിട്ടും. അത് മാത്രല്ല, ഇനിയിപ്പോ അടുത്ത പ്രസവം ഉണ്ടാവോ? കിട്ടുമോ നമുക്ക്? കിട്ടും. എത്ര വയസ്സായിട്ടുണ്ട്? ഇന്നിപ്പോ 4 വലിയ പ്രായം. 4 വലിയ 2 വയസ്സ്. നോട്ടെ നോട്ടെ. 4 വലിയ പ്രായം 2 വയസ്സ് അല്ലേ? അപ്പൊ ഏകദേശം ഒരു കന്യാണ്, കടിഞ്ഞാണ്, ചെറിയ കുട്ടിയാണ്. കടിഞ്ഞാണ് അല്ലേ? അപ്പൊ കുഴപ്പമില്ല. നമുക്ക് ഇനി വിശ്വസിച്ച് എന്താ ചെയ്യാ? ഇനിയും ചെയ്യല്ലേ? ഇനി കുത്തിവെക്ക ഒക്കെ ചെയ്യാട്ടോ. പക്ഷെ കൊച്ചുകുട്ടി എന്താ വണ്ടിയിൽ വന്നിട്ട് ക്ഷീണത്തിലാണ്. ഉഷാറാക്കി എടുക്കൂല ചേച്ചി? ഓക്കെ. നമ്മള് തീറ്റ കിട്ടിയ ശരീരമൊക്കെ അടിച്ചാണ്ട് ഓക്കെ. സംഭവം നമ്മുടെ നാട്ടില് കൊണ്ടുവന്ന കാളക്കുട്ടിയാണ്. കൊടുക്കാനുള്ളതാണല്ലേ? കൊടുക്കാനുള്ളതാണ്. എത്ര വില ചോദിക്കണേ? ആ കുട്ടി 27. അപ്പൊ 27 റുപ്യക്ക് ഷാലു അതാ മുൻകൂട്ടി പറയാണല്ലേ? വില പേടിക്കണ്ട, അവിടെ വേറെ കച്ചവടം നടക്കട്ടെ, പിന്നാലെ പായനകരെ. അപ്പൊ വേറെ എന്തൊക്കെ ഉണ്ട് ഇപ്പൊ അവിടെ? ഇതെന്താ എടുത്താ? ഇത് ഇന്നലെ നമ്മളെ അയലോക്കത്ത് നിർത്ത കാളക്കുട്ടിയാണ്. നമ്മളിവിടെ കൊണ്ടുവന്ന് ആകെ ചോദിച്ചോ? ചോദിക്കണ്ട ആൾക്കാര്? ചോദിച്ചിട്ടുണ്ട്. വില ഒത്തിട്ടിട്ടില്ല. കൊടുക്കും. ആന്ധ്ര ആ വലിയ കാളന്റെ കുട്ടിയാണ് അല്ലേ? കുട്ടിയാണ്. പറഞ്ഞിട്ടില്ല. മൂക്കുത്തില്ലല്ലേ? മൂക്കുത്തില്ല. നാട്ടുമ്പുറത്ത് കുട്ടി വലുതാക്കിയതാണല്ലേ? കൊടുത്തന്നെയാണ്. അപ്പൊ വിക്കല് വാങ്ങല് മാത്രല്ല, വിക്കലും ഉണ്ടല്ലോ ഇവിടെ. എത്ര ആടുകളുണ്ടായിരുന്നു? എത്ര ആടുകളുണ്ടായിരുന്നു? ആടാള് മിഞ്ഞാന്നുണ്ടായിരുന്നു. നമ്മളിവിടെ ഇടക്കര CP സ്റ്റോർ കൊടുത്തു. ആടാളുണ്ടായി. ആടാളുണ്ടാവും. അപ്പൊ ഇനിയിപ്പോ എന്റെ വീട്ടിൽ നിന്ന് വന്ന ആ പശു കാണല്ലേ? ഓക്കെ. നാളെ റെഡി? നാളെ വന്നാലോ? 27 റുപ്യ കേട്ടോ. ഓന്റെ വില മാറ്റങ്ങൾ ഉണ്ടാവും. അടിപൊളി ഒരു ഓങ്കോളിന്റെ കുട്ടി കേട്ടോ. കാക്കാ കാളപൂട്ട് കണ്ട് എത്ര ഉണ്ട്? 1 2 3 4 4 യാ. 1 ഇത് 2 ഇത് 3 കൊടുത്തു. ഇല്ല കൊടുത്തില്ല. എത്ര ഉണ്ടായിരുന്നു? അത് വലിയൊരു കാണുന്നില്ല അവിടെ. അതല്ല നമ്മളത് കാളൂട്ടല്ലേ? അപ്പോളേ
നിങ്ങള് എങ്ങനെ വണ്ടിക്ക് പോവാ അങ്ങോട്ട്? ഞങ്ങള് ലോറി ട്രെയിനിലൊക്കെ പോയി. ട്രെയിനിൽ പോകും. സാധനങ്ങൾ ഒരു ഇറക്കി തരാതെ? അല്ല, ഞങ്ങളവിടെ പോയി എടുക്കണം. വണ്ടിയോ? അവിടുത്തെ വണ്ടിയോ? മലയാളിണ്ട്. നിങ്ങളെ മലയാളിയാണോ അതോ അവിടുത്തെ മലയാളിയാണോ? അവിടുത്തെ മലയാളി. ആ, ഓലും ഡെലിവറി ഇങ്ങോട്ട് ചെയ്ത് തരും. ഉള്ളതല്ലേ? പേര് കേട്ട കന്നാള് നിങ്ങളതാണല്ലേ? എടുക്കുള്ളൂ. നിങ്ങൾ നോക്കിയിട്ട് ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കുള്ളൂ അല്ലേ? അവിടെ ട്രെയിനിങ് കിട്ടിയ കാളൊക്കെയാണ് ആണല്ലേ? അങ്ങനെ കണ്ടല്ലേ? അവിടെ വേറെ രീതിയിലാണ് ഇതിന്റെ റേസിംഗ്. ഇവിടെ വേറെ രീതി. അവിടെ ജല്ലിക്കട്ടോ? ജല്ലിക്കട്ടല്ല, അവിടെ വേറെ റേസിംഗ് ഉണ്ട്. റേസിംഗ് നീളത്തില്, അതായത് വണ്ടി വെച്ചിട്ടുള്ള ആ വെഹിക്കിള്? ആ, വണ്ടി കയർ വെച്ചാട്ടും ലോങ്ങിലാട്ടും എല്ലാരും ഒപ്പം ഓടുക അല്ലേ? കുതിരന്റെ കൂടെ ഓട്ടും. അങ്ങനെ പഠിപ്പിക്കാം. അങ്ങനെയാണല്ലേ? ചെറുതാവുമ്പോ തന്നെ അതിന് ട്രെയിനിങ് കൊടുക്കൂലേ? അങ്ങനത്തെ ഞങ്ങൾ നമുക്ക് ഇവിടുന്ന് തരുന്നല്ലേ? നോക്കി നമ്മൾ നല്ല നോക്കും എന്നിട്ട് കൊണ്ടു അല്ലേ? ഓക്കെ. അപ്പൊ കൊറേ പോയിട്ടുണ്ടാവില്ലേ നിങ്ങള്? ഒരുപാട്. ഓക്കെ. പക്ഷെ നമ്മുടെ നാട്ടിലല്ലേ ഉള്ളു ഈ പരിപാടി? മലപ്പുറം ജില്ലയിലുള്ള കാളകൂട്ടൊക്കെ 3-4 ജില്ലയിലുണ്ട്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂര് ഉണ്ടല്ലേ? പക്ഷെ കേരളത്തിൽ മൊത്തമല്ല ഇല്ല അല്ലെ? നമ്മളെ കുറച്ച് മലബാർ ഏരിയയില. പക്ഷെ നമ്മുടെ നാട്ടിലെ കുറച്ച് കൂടുതലുള്ളത് മലപ്പുറത്തില്ലേ? കമ്പക്കാരുള്ളത്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ കാളപൂട്ടെന്ന് പറയാൻ കേൾക്കുമ്പോ തന്നെ ഒരു അത്ഭുതം. എന്തല്ലേ? പൈക്കുട്ടി. അടിപൊളി കുട്ടി അല്ലേ? ഓനോടത്തിന്റെ തോണയാണ് അല്ലേ? ഇതൊക്കെ ഒന്നിച്ചു പോണം ഞങ്ങള്. ഇത് എന്താ പ്രായമാവാ? ഇത് വയസ്സായിട്ടില്ല. കുത്തിച്ചൊന്നുമില്ല. കുട്ടിയാണല്ലേ? പക്ഷെ കുട്ടിയാണല്ലേ? ഓക്കെ. അപ്പൊ ഇതേപോലെ സാധനങ്ങളും കാര്യം ഉണ്ടാവൂല്ലേ? ഓക്കെ. അപ്പൊ വിലപ്പാണ്ടാവുമ്പോ എടുക്കൂല്ലേ? അങ്ങനെ വലിയ ഇതില്ല. ഇല്ല, നമുക്ക് അതിനൊരു കാളകൂട്ടിന്റെ. അതെ അതെ. നിങ്ങൾ കൊണ്ടുവരുമ്പോ ഗ്യാപ്പിൽ കിട്ടുമ്പോ കൊണ്ടുവരും. ഇത് ശേഷം എത്ര കാലം ഉണ്ടാവും ഇതിന്? ഇതിന് 26 ചോദിക്കുന്നു. 26 ചോദ്യം അല്ലേ? അപ്പൊ പക്ഷെ കുട്ടിയാണ്, അതായത് ഇന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുട്ടിയൊക്കെ ഏകദേശം ആയിട്ടുണ്ടാവും അല്ലേ? ഒന്ന് നമ്മുടെ നാട്ടിലത്തെ പുല്ലൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാല് ഈ വളവും തിരുവൊക്കെ നൂരൂല്ലേ? ഇപ്പൊ അങ്ങനെ 700 കിലോമീറ്റർ നിന്ന് വരികയാണ്. അതെ. നോട്ടത്തിന്റെ കേട്ടോ അവിടെ അവര് വല്ലാണ്ട് നോക്കാത്ത രീതിയിൽ. 700 കിലോമീറ്റർ ഇന്നലെ രാവിലെ 10 മണിക്ക് കയറി. എവിടുന്നാണ് കൊണ്ടുതന്നെ? ഇത് കുന്താരപ്പള്ളി അറിയും. കുന്താരപ്പള്ളി. അവിടെ പോയി നിങ്ങള്? കർണാടക ബോർഡർ. മറ്റു യാത്ര ഉണ്ടാകട്ടെ? വ്യാഴാഴ്ച പോയതാ. ശനിയാഴ്ച ഒന്ന് രാവിലെ എത്തണേ. വ്യാഴം, വെള്ളി, ശനി 3 ദിവസത്തെ യാത്ര. ഓ, ശനിയാഴ്ച രാവിലെ മതി എത്തും അല്ലെ? നേരെ ചന്തയൊക്കെ എത്തും. അവിടെ വെക്കാനൊന്നും സമയമല്ല. പാവാണല്ലോ അപ്പൊ കുട്ടികളുടെ കാര്യം. വണ്ടിയിൽ അങ്ങനെ ഇരിക്കണ്ടല്ലേ? ഇതൊക്കെ വന്നാ ഉഷാറാവൂലേ എനിക്ക്? ഓക്കെ. പക്ഷെ കുട്ടികള് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ അല്ലേ? നമ്പർ പറഞ്ഞോളൂ നിങ്ങളെ, എന്നാ ആൾക്കാരെ വിളിച്ചോളാം. 81 57 05 11 86. അപ്പൊ വിളിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് കൊണ്ടുമ്പോ തന്നെ ഓള് പറയാ സാധനം കിട്ടോ എന്ന് പറഞ്ഞാല് ഓല് വന്ന് കണ്ടോട്ടാണ് കേട്ടോ. ഓക്കെ. അങ്ങനെ ഒരു എന്താ ഇതില് മെയിൻ പരിപാടി എന്താ വെച്ചാൽ കാളകൂട്ട് എന്നാണ്. അപ്പൊ ആൾക്കാർ വിളിക്കുകയാണെങ്കിൽ അല്ലെ, ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ഇതേപോലെ സാധനങ്ങള് ഓല് കൊണ്ടുട്ടോ. നമ്മളെ റേഞ്ച് അല്ല കേട്ടോ, പുറത്തെ റേഞ്ചാണ്. കാളകൂട്ടിന്റെ കാളാരൊന്ന് കാണിച്ചു. അതെ, അതാണ് കാളകൂട്ട് വന്നത് കേട്ടോ. ഇതും ഇതാട്ടോ സംഭവം. കാളകൂട്ട് വന്നാല് അടിപൊളി സാധനങ്ങൾ. ഇതും അതേപോലെ തന്നെ ഇതും അടിപൊളി സാധനങ്ങൾ കേട്ടോ. അപ്പൊ അൻവറാക്കാന്റെ കന്നാല കേട്ടോ, ഒന്നല്ല 2-4 ഉണ്ട്. അൻവറാക്കാന്റെ സാധനങ്ങളില് അടിപൊളി ഇതാക്കുന്നോടുണ്ട്. ചൊറുക്കുള്ള സാധനങ്ങൾ എപ്പോഴും കൊണ്ടുവരുന്നത് അൻവറാക്ക കേട്ടോ. അടിപൊളിയാണ്, അടിപൊളി സാധനം. ഇവിടെ വിലാറിനോണ്ട് കേട്ടോ അവിടെ. ഇതൊന്ന് പിന്നെ അപ്പുറത്ത് വെള്ളവരെ പിന്നെ അവിടെ ചെറുത് കണ്ടിട്ടുണ്ട്. ആ പുള്ളിക്കാൾക്കുട്ടിയും അപ്പുറത്തേക്കുന്ന കാൾക്കുട്ടി ഒക്കെ നിങ്ങൾ തന്നെയാണല്ലേ? ഇപ്പൊ എന്താ മട്ടം വില? വിലയാണ്, കന്നിന് വില ഉണ്ടല്ലേ? ഇറങ്ങുന്നില്ല. ഇനിയിപ്പോ വില കൂടുതലുള്ളയോ? ഇനി കൂടുതൽ നോമ്പായ വില കൂടൂലേ? അതെ. 275 280 ആണല്ലേ? ഇപ്പത്തെ കച്ചവടം തന്നെ കച്ചവടമായോ? ഒന്ന് കൊടുത്തല്ലേ? ഇതൊക്കെ എത്ര പ്രായം? എന്താ പ്രായം? 2 വയസ്സ് പ്രായം. 2 വയസ്സ് പ്രായം. ഇതെന്താ ശരിക്കും? 5.45 57 അല്ലേ? 57 റുപ്യ ചോദിക്കണം മുതലാട്ടത്. എന്താ ചൊറുപ്പ്?
ചൊറുക്കാണ് ചൊറുക്ക്. മറ്റെന്ത് ചോദ്യം? അത് 80 രൂപ. അത് വ്യത്യാസം ഉണ്ട് അല്ലേ? ഇറച്ചിട്ട് വ്യത്യാസം തമ്മില് ഉണ്ടാവും അല്ലേ? അപ്പൊ ഒരു മുക്കാക്കിന്റെ വ്യത്യാസം ഉണ്ടല്ലേ ഇറച്ചിന്റെ? അതായത് ഇത് രണ്ടുണ്ടല്ലോ അങ്ങനെ. അപ്പൊ ഇത് 57 കേട്ടോ. 57 റുപ്യന്റെ മുതലാണ് ഈ സാധനം കേട്ടോ. അടിപൊളി സാധനം കേട്ടോ. ചൊറുക്കാണ് ചൊറുക്ക്. എന്താ ഭംഗിയത്. അതേപോലെ തന്നെ ഇതിനെക്കാട്ടിലൊരു 3/4 കിലോ അല്ല 3/4 ഉണ്ടല്ലോ 75 കിലോ ഇറച്ചി അധികം ഉണ്ടാവും പറഞ്ഞ സാധനമാണ് ഇത് കേട്ടോ. അതായത് ഇതിലേറെ ഇത് ഇറച്ചി കൂടുതലുണ്ടാവും. അടിപൊളി സാധനം. ഇതൊക്കെ എന്താ സാധനം നോക്ക് മൊത്തം കേട്ടോ. പൻപറാക്കയാണ്. പൻപറാക്കാന്റെ വീഡിയോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യലുണ്ട്, സ്ഥിരം ചെയ്യലുണ്ട്. ഇതൊക്കെ നോക്കെ എന്താ സാധനം. ഇത് അതിനേക്കാള് 75 കിലോ ചില്ലറ വെയിറ്റ് അല്ല കേട്ടോ. ഓക്കെ. ഇതും 47 ഇത് നിങ്ങൾ പറയണല്ലേ? ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വിളിക്കണമെങ്കിൽ അല്ലേ, ആൾക്കാർ ഒന്ന് ചവിട്ടി പിടിക്കുകയാണെങ്കിലൊക്കെ ഒന്ന് മാറ്റം ഉണ്ടാവും അല്ലേ? ഓക്കെ. അപ്പൊ അടിപൊളി സാധനങ്ങൾ കേട്ടോ. അതൊക്കെ നിങ്ങൾ തന്നെ അവര് തന്നെയാണ്. ഓക്കെ. അപ്പൊ വരി നിറച്ച് അൻവറാക്കാന്റെ കന്നാലാട്ടോ. ഒക്കെ മൂലിക്കുട്ടികളാണ്. ഇതെന്ത് അൻവറാക്കത്ത് എന്ത് കൂടിയാ? അൻവറാക്ക ഈ സാധനം എന്താ? ഇതിന്റെ പേരെന്താ? അതെന്ത് ബ്രീഡ് പറയോ? ഒറീസ ബ്രീഡാണല്ലോ. നമ്മള് അങ്ങനെ കാണാത്ത ഐറ്റാണല്ലോ അവിടെ, കണ്ടമാനം വരാത്ത ഐറ്റാട്ടത്. ഇത് വെറൈറ്റി ഒരു സാധനമാണ്. ഒറീസ ബ്രീഡാണ്. ഒറീസന്ന് വരുന്ന സാധനമാണ് അല്ലേ? ഇതൊക്കെ അതിന്റെ അതേപോലെ തന്നെ ആണല്ലേ? ഇതൊക്കെ ഒരു ഗിറി ക്രോസ് ആണോ അല്ലേ? അതില് ഗിറി ക്രോസ് ആണോ വേണ്ടത്? ഒറീസ ബ്രീഡില് ഗിറി ക്രോസ് ആട്ടോ ഇതൊക്കെ. അടിപൊളി. അത് ഇറച്ചി പശുവൊക്കെ നല്ല അടിപൊളി പശു കേട്ടോ. നല്ല സൈസ് ഉണ്ട്. അപ്പൊ ഇതുണ്ടോ, ഇതാണ് അൻവറാക്കാന്റെ കന്നുകളെ. അൻവറാക്ക കണ്ണ് വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിക്കാം. സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ മൊത്തം ഇടും. നാട്ടില് വേണം വരാം അല്ലെ? അപ്പൊ ഏതൊക്കെ കന്നുകൾ നിങ്ങൾ ഉണ്ടാവും? ചട്ടിപ്പറമ്പ്, മഞ്ചേരി, പെരുമ്പലായി, വാണയംകുളം, എടക്കര. അതായത് എല്ലാ ചന്തയിലും മുപ്പരുണ്ടാവും കേട്ടോ. അപ്പൊ നമ്പർ എന്ന് പറഞ്ഞാണെങ്കിൽ ആൾക്കാർക്ക് സെറ്റ് ആക്കാം. 98 46 52 11 91. ഓക്കെ. അപ്പൊ കണ്ണ് എന്താ അറിയോ, കണ്ണ് എല്ലാ ആഴ്ചയിലും ഇവിടെ കയ്യിൽ റെഡിയാണ്. അപ്പൊ ആൾക്കാർക്ക് ആവശ്യങ്ങൾ ഇനിയിപ്പോ നോമ്പും കാര്യങ്ങളൊക്കെ വരികയാണ്. പരിപാടികളുടെ മേള നടക്കാൻ പോവാണ്. ഒരു നോമ്പും കാര്യങ്ങളൊക്കെ ഹിന്ദുക്കളുടെ നോമ്പൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ ആൾക്കാർക്ക് ഓരോ പരിപാടികൾ ചെയ്യാനൊക്കെ സമയമാണ്. അപ്പൊ ധൈര്യമായിട്ട് എന്ത് ചെയ്യാ, അൻവറാക്കാനെ വിളിക്കുക, കന്ന് കൊണ്ടുപോവാം അല്ലേ? അതെ, അത്രേ ഉള്ളൂ. ഇഷ്ടം പോലെ കന്നുകളുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെയും കന്നാളുണ്ട് കേട്ടോ. കന്നാള് അടിപൊളി സൈസ് സാധനങ്ങളുണ്ട് ഇവിടെ, ഒരുപാടെണ്ണുണ്ട്. ഇങ്ങനെ നടന്ന് ആ കാക്കണ്ടോ വെള്ള പുള്ളിക്കാരനെ എല്ലാ വീഡിയോയിലും കാണലുണ്ട്. ഞാൻ വല്ലാണ്ട് പരിചയപ്പെട്ടിട്ടില്ല. എവിടെ അടിപൊളി കളറാണ്. അടിപൊളി കളറാട്ടോ. നോക്ക് എന്താ സൈസ്. വീഡിയോയിൽ ഇതിന്റെ ഒരു ഇത് കിട്ടുന്നുണ്ടോന്ന് അറിയില്ല. ഏതായാലും മൊത്തത്തിലൊരു സാധനം കേട്ടോ. അങ്ങനെ ഒരു കുറെ എണ്ണം ഇവിടെ നിരന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ ഒക്കെ ഉണ്ട്. അതേപോലെ പശുക്കുട്ടികള്, മറ്റേ സാധനങ്ങള്, വടക്കൻ കന്നുകളെ കുട്ടികളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മള് പോവാണ്. പോയിട്ട് ഒരുപാട് പരിപാടികളുണ്ട്. നല്ല അടിപൊളി കുഞ്ഞു പോത്തും കുട്ടികൾ കേട്ടോ. അങ്ങനെ ചെറുക്കുള്ള പോത്തും കുട്ടികള്, അടിപൊളി പോത്തും കുട്ടികള്. നിങ്ങളെ കാണാത്തയാണല്ലോ. ഞാനിവിടെ ഇല്ല, നിങ്ങൾ അടിക്കാൻ പോലപ്പോ ഞാൻ ആദ്യം ഇവിടെ വന്നിരുന്നു. അപ്പൊ നിങ്ങൾ വീട് എവിടെയാ? മഞ്ചേരിക്കാരനാണ്. മഞ്ചേരി ഫോക്കസ് ചെയ്യാനാണ്. അപ്പൊ ഇടയ്ക്ക് അല്ലാണ്ട് റിസ്ക് എടുക്കില്ല. ഇതെന്ത് വില ചോദിക്കണേ? 34. ഓക്കെ. നല്ല വില ഉണ്ട് ഇപ്പൊ കുട്ടികൾക്ക് അല്ലേ? വില കൂടി. ഇനി വല്ലാണ്ട് കൂടാൻ പോവാണ് അല്ലേ? നോമ്പോടങ്ങൾ കൂടിയിട്ട്. അപ്പൊ നല്ല വില നോക്കണ്ട. അതൊക്കെ ഓല വിലയാണ്. കച്ചവടക്കാരെ വില കേട്ടത്. നല്ല ചൊറുക്കായിക്കോണം നിൽക്കണ്ടോ. അതില് എണ്ണക്കുള്ള കുട്ടികളാ, അടിപൊളി കുട്ടികള്, സുന്ദരന്മാരാണ്. സുന്ദരന്മാർ കേട്ടോ. നല്ല എന്താ പറയാ, ഒരു ചൊറയില്ല കേട്ടോ. അടിപൊളി. ഇതൊക്കെ നമ്മുടെ അടുത്ത് നിൽക്കുന്നവർക്ക് 2 എണ്ണം, 2 കുട്ടികള്, 2 ഒരേപോലത്തെ കുട്ടികൾ കേട്ടോ. എന്താ ചൊറുക്കൊക്കെ അടിപൊളി. ഒരു അലമ്പൂലല്ലേ? വിളിച്ചാൽ നമ്മളെ വിളിപ്പുറത്ത് ഇങ്ങനെ ഓടി വരും നായ്ക്കുട്ടികളെ മാതിരി. അങ്ങനെ സാധനങ്ങളാണ്. പോത്തുംകുട്ടി ഉണ്ടല്ലോ.
പോത്തുകുട്ടിക്ക് എന്താ മട്ടപ്പോ വില കൂടുതലാ പൊതുവില് കമ്മിയാ? ഈ പോത്തുംകുട്ടി എന്താ നിങ്ങള് ചോദ്യത്തിലെ വില എന്താ? 27 റുപ്യ അല്ലേ? ഓക്കെ, അപ്പൊ ഇത് 27 റുപ്യ കേട്ടോ. മറ്റേ കുട്ടിക്ക് 24 പറഞ്ഞിരിക്കണം, വലിയ ചെറിയ കുട്ടിക്ക് അല്ലേ? ഇതെന്തൊക്കെയാണ് കാളകള് അല്ലേ? നിങ്ങൾ എവിടെ വരുന്നപ്പോ? മഞ്ചേരി. മഞ്ചേരിക്ക് കുറച്ച് ആൾക്കാരൊന്നും അധികം ഉണ്ടല്ലോ അല്ലേ? നിങ്ങൾ ഇങ്ങനെ ഇവിടെ ഫോക്കസ് ചെയ്യാൻ പോകും, അടുത്ത ആഴ്ചകളൊക്കെ ആയിട്ട് വരും അല്ലേ? ഓക്കെ, മഞ്ചേരിക്കാർ അത് കുറച്ച് കുട്ടികളുടെ കൂടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കാണാത്ത, ഞാൻ 2 ദിവസമായിട്ട് കാണാത്ത ആൾക്കാരാണ്, പുതിയ ആൾക്കാർ. അപ്പൊ ഇതാണ്ട് ഇത് ഈ കാളയൊക്കെ എന്താ വില? ആ 45. വലിയ ആള് 45. പിന്നെ ഇത് അടിയില് 23. അപ്പൊ എന്താ സൈ കുട്ടിക്കാളെ കൊമ്പുണ്ട് അല്ലേ? ആ, വയസ്സായിക്കോ. പോത്തുംകുട്ടി ഉണ്ട് കേട്ടോ. ഇതെന്താ പശുക്കുട്ടി? എന്താണ്? കാളക്കുട്ടി അല്ലേ? അത് എന്ത് കാളയാണ്? ഇത് തന്നെ വടക്കം തന്നെ അല്ല സെക്കനാ? എന്താ വില? 12 റുപ്യ കേട്ടോ. അങ്ങനത്തെ സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. 12 റുപ്യന്റെ സാധനമാണിത്. കുഞ്ഞിത് ഒരേട്ടന്മാരൊപ്പം നിക്കണം. ഓക്കെ, പോട്ടാക്കാ. പിന്നെ ഇവിടെ വേറൊരു പോത്ത് കേട്ടോ. ഇപ്പൊ ഇറച്ചി കുറവാണ്, എന്നാലും വളർത്താൻ പറ്റുക കേട്ടോ. ഇനി വേണമെന്ന് കൊണ്ടുപോയിട്ട് നോക്കിയാൽ മതി. ഒരു അടിപൊളി ഒരു കാള ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കാക്കമാരൊന്നും കണ്ടില്ല കേട്ടോ. കാക്കമാരൊന്നും കണ്ടിട്ടില്ല. പോട്ടാക്കാ, അയ്യോ പോട്ടെ. ഓക്കെ, അപ്പൊ എത്ര പോയോ? ഒന്ന് കൊടുത്തു അല്ലേ? അയ്യോ കൊടുത്തേ? ആ കൊടുത്തു. എത്ര കൊടുത്തേ? 7 കൊടുത്തു അല്ലേ? ആ, അപ്പൊ നല്ല വിലക്ക് കൊടുത്തിട്ടോ, കുഴപ്പമില്ല. ഇതൊക്കെ നമുക്ക് എന്താ ടൈറ്റ് ഒക്കെ തൂർന്നിട്ടോ, അടിപൊളിയായിട്ട് നല്ല ചൊറുക്ക്. ഇതൊക്കെ വല്ലാണ്ട് പുറത്തേക്ക് ഇറക്കാതെ നോക്കുന്ന സാധനമുണ്ട് അല്ലേ? ആ, ചുവന്ന് വരുന്നുണ്ട്. നമുക്ക് കറപ്പല്ല കേട്ടോ, ചെറുതായിട്ട് ചുവപ്പാണ്. അതായത് വീട്ടിൽ വളർത്തുന്ന സാധനമാണ് അല്ലേ? നാടൻ പോത്താണ് കേട്ടോ. നാടൻ പോത്ത് വീട്ടിൽ വളർത്തുന്ന അടിപൊളി സാധനങ്ങൾ. കാക്കാൻ നമ്പർ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ആവശ്യക്കാരെന്ത് ചെയ്യാ, കാക്കാനെ വിളിച്ചിട്ട്, കമ്പളക്കല്ല് ഭാഗത്താണ്, വൈക്കടവ് ഭാഗത്താണ്. ഇവിടെ ഒരു കറവപ്പൈ ഉണ്ടോ ഒറ്റൊന്നുള്ള നല്ല അവിടെയൊക്കെ ഉള്ള പശു. പക്ഷെ ആൾക്കാരില്ല. സാധാരണ ഇവിടെ നിറച്ചെന്ത് ചെയ്യുന്നുണ്ട്, വടക്കം കന്ന് ആ സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ. എന്താ പറയാ, ശീമക്കാളാൾ ഇഷ്ടം പോലെ. ഇന്ന് ആ കന്നല്ലാത്ത എന്താ ശീമക്കന്നല്ലോ? ടൈറ്റാണ്. ആ, കന്ന് വരുന്നില്ല. അപ്പൊ നമ്മളെ ഒരു കുട്ടി കർഷകനെ പറ്റി കേട്ടോ. അവനൊരു കാളേനെ വിറ്റു. ആ പൈസക്ക് പോത്തിനെ വാങ്ങാൻ വന്നാണ്. നമുക്ക് എന്താ ചെയ്യാ, കാര്യങ്ങൾ ചോദിച്ചു കേട്ടോ. നമ്മളെ ഭാവി വാഗ്ദാനം കേട്ടോ. ഒന്ന് ഇവിടെ ഉണ്ട്, അതേപോലെ ഒന്ന് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ചോദിച്ചോ കാര്യങ്ങളൊക്കെ. എന്താ? സെയിൻ. ഇവരെവിടാ? നാരേക്കാവ് അല്ലേ? അപ്പൊ എന്റെ കാള എന്ത് കാളയാണ്? കരിമ്പങ്കാള. എത്ര എടുത്തത്? 23 എടുത്തു. എത്രക്കെ വിറ്റത്? 45. 23 എടുത്ത് 45 വിറ്റുച്ച് അല്ലേ? 6 മാസം നോക്കിട്ടുള്ളൂ. ഓക്കെ, എന്നാ കൊടുത്ത്? ഒരു 2 ആഴ്ച 3 ആഴ്ച കൊടുത്തു. പൈസ എന്റെ കയ്യിലുണ്ട്. എന്താ ആവശ്യം? എന്താണ്? പോത്തുകുട്ടിനെ എടുക്കണം, അതിനെ വളർത്തണം, വിൽക്കണം. എത്ര പഠിക്കണേ? 9ലോ? ഇത് നോക്കിയോ? പറ്റിയൊന്നുമില്ല. അടുത്ത ആഴ്ച വില കൂടുതലാ? ഓക്കെ, അപ്പൊ ഇനി എങ്ങനത്തെ പോത്തിനെ എടുക്ക지? അതായത് എത്ര വലുപ്പമുള്ളത്? മീഡിയം സൈസ് അല്ലേ? ഇതൊക്കെ എങ്ങനെയുണ്ട് പോത്തുകുട്ടി എന്റെ അഭിപ്രായത്തില്? നല്ല പോത്തുകുട്ടിയാ. എത്ര വില ഉണ്ട് ചോദിച്ചോ? വില ചോദിച്ചോ? 39 റുപ്യോ. നല്ല വിലയാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എത്ര പേരെ കൊടുക്കാം? എത്ര രൂപ കൊടുക്കൂ? 30 റുപ്യന്റെ ചോട്ടിക്ക്. 30 ചോട്ടിക്കും 25ന്റെ മേലേക്കും ആ കുട്ടികള്. അതായത് കുറച്ച് കാലം കൊണ്ട് ഇനി പെരുന്നാളിന് കൊടുക്കണം അല്ല ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഇവൻ എന്തെങ്കിലുണ്ടോ? അല്ലെ വേറെന്താ? രണ്ടും കമ്പനിക്കാരാ? അപ്പൊ അത് ശനിയാഴ്ച ആണല്ലേ? ഓക്കെ, അപ്പൊ നമ്മളെ ഭാവി വാഗ്ദാനങ്ങളാട്ടോ. അപ്പൊ ഇതൊക്കെ വേറെന്താ വീട്ടിലുള്ളത്? വേറെ മീനുകളുണ്ട്, പ്രാക്കളുണ്ട്. കൊറേ പ്രാവുണ്ടോ? കയ്യാട്ടോ സെയിനില്ലേ? ഓക്കെ, പുതിയൊരു താരമതിക്കന്നെ ഷാലുവിന്റെ പോലെ തന്നെ ഒരു പുതിയൊരു കർഷകൻ കേട്ടോ. അപ്പൊ ഉഷാറാക്ക് കേട്ടോ. പോത്തിനെ നോക്കി എടുത്താൽ മതി, ഓടിച്ചാൽ എടുക്കണ്ട. നല്ല വിലപ്പാട്ട് കിട്ടുമ്പോൾ അത് എടുത്താൽ കേട്ടോ. അപ്പളേ നമ്മള് നേരത്തെ കണ്ട ആ സാധനം കേറിട്ടോ. അപ്പളേ തിരിച്ചു പോട്ടോ. ആട്ടുകുട്ടികള് കുഞ്ഞു കുട്ടികളൊക്കെ കേട്ടോ ഇവിടെ ഇഷ്ടംപോലുണ്ട്. സമയം 8 ആയിട്ടോ. ഒന്നും നടക്കൂലെന്ന് പോയാല്. അപ്പൊ ഏതായാലും കുറച്ചാക്കി അടിപൊളി വീഡിയോ കിട്ടിട്ടോ ഒന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, തിരിച്ചു പോവാണ്. അടുത്ത വീഡിയോ കാണാനായിരിക്കും.